ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിൽ എത്തുന്ന നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കല്യാണി രാവിലെ തന്നെ എഴുന്നേറ്റ് ജനലും തുറന്നിട്ട് ആ ഒരു തെങ്ങും തൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. കുറെ നേരിട്ട് അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിരൺ അങ്ങോട്ടേക്ക് വന്നിട്ട് ജനലടക്കാണ്. കല്യാണി, നീ ഏത് നേരം ആ തെങ്ങും തൈ എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ താഴെ ശവമാണ്, ഗംഗപ്രസാദിന്റെ ചീനി നാറുന്ന ശവം. കിരണേട്ട, എനിക്കെന്തോ വളരെ പേടി തോന്നണോ. അയാളാണെന്നുണ്ടെങ്കിൽ CA നമ്മളെന്തോ സംശയമുള്ള പോലെയാണ് ഇങ്ങോട്ടേക്ക് ഇടക്കും തലക്കും വരുന്നത്. ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ച കല്യാണി, അയാൾ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അയാൾക്ക് സുഖമായിട്ട് ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കും. അയ്യോ കിരണേട്ടാ, അപ്പോ ജയിലിലൊക്കെ പോകേണ്ടി വരില്ലേ എന്ന് പറയുമ്പോ, ജയിലിലൊക്കെ പോകേണ്ടി വരും, ഉറപ്പായിട്ട് പോകേണ്ടി വരും. പക്ഷെ അപ്പോഴും ജനങ്ങൾ എന്നെ അഭിനന്ദിക്കുകയുള്ളൂ. ഇത്രയും കൊലയാളിയായിട്ടുള്ള ഒരാളെ ഞാൻ കൊല വിളിച്ചോണ്ട് ജനങ്ങൾ എന്റെ കൂടെ നിൽക്കുകയുള്ളൂ കല്യാണി. എന്നാലും കിരണേട്ടാ, എനിക്കെന്തോ വളരെ പേടി പോലെ തോന്നുന്നു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണത്? ഒരിക്കലും ഞാൻ വേലുവിനെയോ രതീഷിനെയോ ഒറ്റ കൊടുക്കില്ല കല്യാണി. അവരെ ഞാൻ ഒറ്റ കൊടുക്കില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കല്ലേ. അയാൾ തന്നെ കേസ് അന്വേഷിക്കട്ടെ. പിന്നെ നമ്മുടെ കയ്യിലും വക്കീലന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നവീൻ മൂർത്തി മുത്തശ്ശിനെയും അതുപോലെ തന്നെ ആദർശിനെയൊക്കെ എത്രമാത്രം സഹായിച്ച ആളാണ്. നവീന്റെ സഹായം ഞാൻ തേടും. അപ്പോഴും കോടതിയിലും ജയിലിലേക്കൊക്കെ പോകേണ്ടി വരില്ലേ കിരണേട്ടാ? കല്യാണി, നീ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എനിക്ക് അച്ഛനെ കാണാൻ പോവാനുണ്ട്, അതിനുശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ നമ്മുടെ ചന്ദ്രസേനെ കാണാൻ വേണ്ടി പോവാട്ടോ. ചന്ദ്രസേന റോഡരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. ചന്ദ്രസേന പറയണ്ടടാ, ഈ CA കുറിച്ച് ഞാൻ അന്വേഷിച്ചടാ. ആളൊരു പെശകാണ്. അയ്യോ, പെശകാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആള് വൃത്തികെട്ടവനാണെന്നല്ല. പറഞ്ഞ കേസ് പറഞ്ഞ പോലെ തെളിയിക്കും. അത് എന്തൊക്കെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ കൈക്കൂലിക്ക് തരാന്ന് പറഞ്ഞാലും അതിലൊന്നും വീഴാതെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന ആള്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരാളെടുത്ത് നമ്മുടെ ഒരു കാര്യം ചെലവ് പോകില്ലടാ. ഈ ഗംഗപ്രസാദ് എത്ര കൊലയാളിയാണ്, കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും അയാൾക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് എത്ര വലിയ കൊലകൊമ്പൻ കൊലയാളിയാണ്, എത്ര വലിയ മേലുദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാലും എത്ര പിടിപാടുള്ള ആളെന്ന് പറഞ്ഞാലും ആ കേസ് അയാൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കും. അതിനുശേഷം നിയമം അനുസരിക്കുന്ന ശിക്ഷ അയാൾ കൊടുക്കും. അല്ലെങ്കിൽ ഈ കൊടും കുറ്റവാളികളൊക്കെ അയാൾ തന്നെ നെഞ്ചുകൂട് കലക്കി ഒതുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരന്. അച്ഛാ, ഞാനിപ്പോ ഇന്ന് ഈ സത്യങ്ങളെല്ലാം കല്യാണി എടുത്ത് പറഞ്ഞു. കല്യാണി എടുത്തോ? എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവൾക്ക് ആകെ ടെൻഷനായി. കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിലും അവള് സത്യമൊക്കെ മനസ്സിലാക്കുമായിരുന്നു അച്ഛാ. അവളെ ഏറെക്കുറെ സത്യത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. ഇനിയിപ്പോ എന്താ മോനെ നമ്മളൊന്ന് ചെയ്യാ? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയല്ലോ കാര്യങ്ങളൊക്കെ. അച്ഛാ, എനിക്കൊരു ടെൻഷനും ഇല്ല. നമ്മുടെ നവീൻ കൂടെ തന്നെ ഇല്ലേ? മൂർത്തി മുത്തശ്ശനെയും ആദർശിനെയൊക്കെ എത്ര പ്രാവശ്യം അവൻ സിമ്പിൾ ആയിട്ട് രക്ഷിച്ചത്, അതുപോലെ ഈ കേസും അവൻ രക്ഷിക്കോച്ച എനിക്ക് ഉറപ്പുണ്ട്. മോനെ, ഈ നവീൻ നിന്റെയും കൂട്ടുകാരനല്ലേ? അതേച്ച എന്റെയും കൂട്ടുകാരൻ തന്നെയാണ്. അവൻ രക്ഷിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അച്ഛ, രക്ഷിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കാരണം ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആള് ആരാണ്? കല്യാണിയുടെ പൊന്നു പോലുള്ള ഒരു അമ്മേനെ കൊന്ന ആള്, ദിലീപിന്റെ അച്ഛന്, കാട്ടിലെ മൂപ്പന, അങ്ങനെ എത്ര കുടുംബങ്ങളാ അവൻ നശിപ്പിച്ചത്. അതുകൊണ്ട് അവനെ കൊന്നതിൽ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. പിന്നെ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോണല്ലോ. എടാ, ഞാൻ ഇതിൽ ഇടപെട്ടാനെ. പക്ഷെ ഈ പോലീസുകാർ പ്രത്യേക ടൈപ്പ് അത് ഞാൻ പറഞ്ഞില്ലേ. അയാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാധീനിച്ചു, കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങളിലൊക്കെ പോയി പറയും. പിന്നെ നീ ഈ കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ ഇത് ആഘോഷിക്കണവരും ഉണ്ടാകും. പക്ഷെ അപ്പോഴും നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല. ഗംഗപ്രസാദിനെ കൊന്നത് നന്നായെന്നേ ഒരു കൂട്ടം ജനങ്ങൾ പറയുള്ളൂ. അപ്പൊ കിരൺ പറയണ്ട അച്ഛാ, ഒരു കൂട്ടം ജനങ്ങളല്ല, നല്ല ശതമാനം ആൾക്കാർ എന്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. ഗംഗപ്രസാദിനെ കൊന്നത് നന്നായി. അവനൊരു കൊടും കുറ്റവാളിയാണ്. കൊടും കുറ്റവാളിനെ കൊന്ന കിരൺ എന്നേ പത്രത്തിലും ടിവിയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല അച്ഛാ. വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ആ കേസ് അന്വേഷിക്കണ CA കറക്റ്റ് ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അയാൾ കേസ് പെട്ടെന്ന് തന്നെ ഒതുക്കി തീർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറയാണ്. അതിനുശേഷം കിരൺ അവിടെ നിന്ന് നേരെ പോകുന്നു കേട്ടോ. പിന്നീട് ഓഫീസിൽ പോയിട്ടാണ് കിരൺ ഇരിക്കണത്. അവിടെ പോയിട്ടും കിരൺ ഈ ആലോചന തന്നെയാണ് കേട്ടോ. അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കിരണേട്ടാ, സരിയു ഇന്ന് ഓഫീസിൽ വന്നോ? ആ വന്നല്ലോ. നീ ഓഫീസിൽ നിന്ന് കുറച്ചു ദിവസം ആയല്ലോ. അതെ, സരിയുവിനെ ഒന്ന് കാണണം. അവളെ കുറച്ചു ദിവസമായി വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ. അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? ഇപ്പൊ പഴയ സരിയു അല്ലല്ലോ കല്യാണി. അവൾ ആകെ മാറിയല്ലോ. അല്ല കിരണേട്ടൻ എന്ത് ഈ ആലോചിക്കണത്? ഞാൻ ആലോചിക്കായിരുന്നു കല്യാണി. അന്നാ ഓഡിറ്റോറിയത്തിൽ മുൻപിൽ മാത്രമേ CCTV ഉണ്ടായിരുന്നുള്ളൂ, പിന്നിൽ CCTV ഉണ്ടായിരുന്നില്ലല്ലോ.
പക്ഷേ ആ ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിൽ CCTV ഉണ്ടാവില്ലേ? അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ? കിരണേട്ട ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല കിരണേട്ട. അല്ല, അയാൾ CCTV നോക്കിയാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കല്യാണി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറയാണ്. എന്തായാലും കിരണേട്ട പറഞ്ഞ പോലെ തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ നവീനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം കല്യാണി പറഞ്ഞു ഞാൻ സരയുവിനെ കണ്ടിട്ട് വരാന്നുണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അത് കല്യാണത്തിന്റെ സമയത്ത് കിരണും അതുപോലെ തന്നെ രതീഷ് വേലു ഈ 3 പേരില്ല. അതിനുശേഷം കെട്ട് കഴിഞ്ഞിട്ടാണ് ഇവർ 3 പേര് സ്റ്റേജിലേക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് ഇവരുടെ 3 പേരുടെ മുഖഭാവം ആ സിയെ ക്യാമറയിൽ ശരിക്കും നോക്കുന്നുണ്ട്. അതിനുശേഷം സിയക്ക് എന്തോ മനസ്സിലായപ്പോൾ ഇങ്ങനെ തലയാട്ടുവാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ സരയുവിനെയാണ്. സരയു എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി അവിടേക്ക് വരുന്നുണ്ട്. കല്യാണിനെ കാണുമ്പോൾ തന്നെ സരയുവിന് ദേഷ്യം വരും കേട്ടോ. കല്യാണി ചോദിക്കണ്ടേ, എന്താ സരയു എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ഞാൻ എന്തിനാ നിന്നോടൊക്കെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളുടെ വെറും പണിക്കാരിയല്ലേ സരയു, നിന്നെ അങ്ങനെയാണോ ഞാനും കിരണൊക്കെ കണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ സരയു മനസ്സ് വിചാരിക്കണ്ട്, നീ അങ്ങനെ കണ്ടു കാണും, പക്ഷെ കിരൺ ഒരിക്കലും എന്നെ അങ്ങനെ കാണില്ല. സരയു നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? സോറി സരയു, ഞാൻ ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല. മനോഹരനെ എത്ര പുറത്തിറങ്ങിയാലും എത്ര നല്ലവനായെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഈ തെറ്റിനെ ആവർത്തിക്കില്ല സരയു. അതൊന്നും സാരില്ല കല്യാണി, എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. എന്തായാലും നീ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്കാകെ ടെൻഷനായിരുന്നു. ഞാൻ 2-3 ദിവസം കമ്പനിയിൽ വന്നിട്ട് സംഭവം എന്താണെന്ന് നിനക്ക് അറിയാലോ. അറിയാം എന്ന് സരയു പറയാണ്. കല്യാണി പറയണ്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു യോജിപ്പില്ലായ്മയുണ്ട്. അതെന്താ എന്ന് സരയു ചോദിക്കുമ്പോ അത് വേറൊന്നുമല്ല, നീ ഇപ്പോ താരാന്റെ കൂടെയല്ലേ നിൽക്കുന്നത്. നീ ജനിച്ചു വളർന്ന തറവാട്ട് വീട്ടിലേക്ക് നീ ഇപ്പൊ വരുന്നില്ലല്ലോ. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടില് അവിടെ ഷാരി ആന്റി ആയിട്ട് നീ നിൽക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു സരയു. ഇപ്പോ താരാന്റിയുടെ കൂടെ മാത്രമേ നീ നിൽക്കുന്നുള്ളൂ. ഷാരി ആന്റി നിന്നെ ഒരുപാട് സ്വന്തമായിട്ട് സ്നേഹിച്ച് വളർത്തിയതല്ലേ. കല്യാണി നീ പറഞ്ഞത് തെറ്റിപ്പോയി. ഞാൻ ഇത്ര നാള് ഷാരി അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ, എന്റെ വളർത്തമ്മയുടെ കൂടെ. താരയാണെന്നുണ്ടെങ്കിലോ എന്റെ സ്വന്തം അമ്മയാണ്. എന്റെ സ്വന്തം അമ്മ എന്നെ അന്വേഷിച്ച് എന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ പുറംകാലം കൊണ്ട് തള്ളി എറിയായിരുന്നു എന്റെ സ്വന്തം അമ്മയെ. അപ്പൊ ആ തെറ്റ് എനിക്ക് നികത്തണം. അതിനുവേണ്ടി ഞാൻ എന്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. പിന്നെ അവന്റെ വളർത്തമ്മയുടെ കൂടെ എന്റെ മോളുണ്ടല്ലോ. അത് മാത്രല്ല എന്റെ അച്ഛനും അമ്മയുടെ കൂടെ ഒക്കെ ഉണ്ട്. അവിടെ എന്റെ മോള് സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പോ സ്നേഹവും കെയറും കൊടുക്കേണ്ടത് എന്റെ സ്വന്തം അമ്മയടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മയടുത്തിരിക്കണത് എന്ന് പറയാണ്. അങ്ങനെ നീ ആലോചിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്തായാലും ഞാൻ പോയിട്ട് വരാൻ കല്യാണി. സരയു, പിന്നെ നമ്മള് കല്യാണി മോളുടെ പേരിൽ ഒരു പ്രത്യേക അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അവൾക്ക് വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കല്യാണി പറയുമ്പോൾ സരയു മനസ്സിൽ വിചാരിക്കണം, നീ ആയിരിക്കില്ല, എന്റെ കിരൺ ആയിരിക്കും എടുത്തത്. കിരൺ എനിക്ക് വേണ്ടി അങ്ങനെ പലതും ചെയ്യും എന്നൊക്കെ സരയു മനസ്സിൽ വെക്കുമ്പോ കല്യാണി ചോദിക്കണ്ടേ, അല്ല സരയു നീ ഇടക്കിടക്ക് എന്തായി ചിന്തിക്കണത്? ഒന്നുമില്ല കല്യാണി എന്ന് പറയാണ്. ശരിയെങ്കിൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ്. സരയു മനസ്സിൽ വിചാരിക്കാണ്, എടി കല്യാണി, എന്റെ കിരണ നീ അടി തട്ടിയെടുത്തത്. എന്റെ കിരണ ഞാൻ വീണ്ടും സ്വന്തമാക്കും, എന്റെ മാത്രമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ഇങ്ങനെ ആലോചിച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന ആ സിയെ വീണ്ടും ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ സജീവൻ എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളാണ് ആ ഓഡിറ്റോറിയത്തിന്റെ ഓളിഞ്ഞോള്, അയാളുടെ ഓഡിറ്റോറിയം ആട്ടോ. അപ്പൊ അയാൾ ചോദിക്കണ്ട്, അല്ല ഈ ഓഡിറ്റോറിയത്തിന്റെ ഓണർ നിങ്ങളല്ലേ സജീവ? അതെ ഞാൻ തന്നെയാ സർ, എനിക്ക് വീണ്ടും വരേണ്ടി വന്നു. ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഈ മുൻവശത്ത് മാത്രമല്ലേ ഉള്ളൂ, ഈ ഓഡിറ്റോറിയം എനിക്കൊന്ന് ഫുൾ ആയിട്ട് കാണണം. ഇവിടെ ബാത്റൂം ഒക്കെ ഇല്ലേ? ഉണ്ട് സർ, ഫോറിൻ ബാത്റൂം ആണ്, എല്ലാം ഉണ്ട്. അല്ല ബാക്കി മേക്കപ്പ് ഏരിയ വർക്ക് ഏരിയ എല്ലാം ഉണ്ടല്ലോ അല്ലെ? എല്ലാം ഉണ്ട് സർ, എനിക്ക് അവിടെ എല്ലാം ഒന്ന് നോക്കിക്കാണണം എന്ന് പറഞ്ഞിട്ട് ആ അവിടെ എല്ലാം ഒന്ന് നോക്കിക്കാണുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്തായാലും കല്യാണി നമ്മുടെ CS കിരണിന്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ട് കേട്ടോ. അവര് കിരണിനെ സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പോകുവാണ്. ആ ഭാഗമാണ് നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടേക്ക് കെയർ.